ഹലോ ഗൈസ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഇപ്പം നമ്മൾ ഭയങ്കര എനർജിയിലാണ്, കാരണം ഓണം മിസ് ചെയ്യുന്നുണ്ട് നാട്ടിൽ നല്ല രീതിക്ക്. അപ്പം നമുക്ക് സദ്യയും പായസവും ഒന്നും ഇല്ലയെന്ന് വിചാരിച്ചു. പക്ഷെ നമ്മളതൊക്കെ വാങ്ങിച്ച് നമ്മൾ നാളെ സദ്യയും പായസമൊക്കെ ഉണ്ടാക്കാൻ പോവാണ്. അപ്പം നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അധികം വെറൈറ്റീസ് ഓഫ് ഡിഷസ് ഒന്നും ഇല്ല, കുറച്ച് സാമ്പാർ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ. പായസം, സേമിയ പായസം ഉണ്ടാക്കണം. വീട്ടിൽ പോകാൻ വേണ്ടി നിൽക്കാനാണ്. പാർക്കിൽ കുറച്ച് നേരം ഇരിക്കാമെന്ന് വെച്ചിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീട്ടിലെത്തിയിട്ട് വേണം. നമുക്ക് എല്ലാ സംഭവവും നാളെ ഉണ്ടാക്കാൻ പറ്റില്ല, അപ്പോൾ കുറച്ച് സാധനങ്ങൾ നമുക്ക് ഇന്ന് ഉണ്ടാക്കി വെക്കണം. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. നമുക്ക് നാളെ ഓണം സെലിബ്രേറ്റ് ചെയ്യാം. ഞാനിവിടെ പാർക്കിലാണ്. അപ്പം ഞാൻ നോക്കി പോകും, ഇവിടെ കുറേ സംഭവങ്ങൾ താഴെ വീണെടുക്കുന്നു. ഇതെന്താ സംഭവം ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ഫുള്ളിത് ഈ മരത്തൊന്ന് വീണെടുക്കുന്നുണ്ട്. പക്ഷെ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ വീട്ടിലെത്തി, നമ്മൾ ഫുഡ് കഴിക്കാൻ പോകാം. നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ ഫ്രൈഡ് റൈസ് ചില്ലി ചിക്കനാണ് കഴിക്കണത്. അത് കഴിഞ്ഞ് നമുക്ക് വേഗം പോയി സദ്യ ഉണ്ടാക്കാം. നമ്മുടെ ഫുഡ് കഴിച്ച് നമ്മൾ വേഗം നമ്മുടെ സാമ്പാർ പരിപാടിയിലേക്ക് കടന്നു. നമ്മളിനി സാമ്പാർ ഉണ്ടാക്കിയിട്ട് നമുക്ക് വേറെ കറികൾ ഉണ്ടാക്കണം. അപ്പോൾ നമ്മുടെ സാമ്പാർ നമ്മൾ പെട്ടെന്ന് റെഡി ചെയ്യും. അപ്പോൾ നമ്മുടെ ഈസി ബീസി സാമ്പാർ നമ്മളിവിടെ റെഡിയാക്കി. നമ്മൾ പൈനാപ്പിൾ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ പൈനാപ്പിൾ കറി ഉണ്ടാക്കി. ഇനി ബാക്കിയുള്ള കറികളൊക്കെ നമ്മൾ നാളെയാണ് ഉണ്ടാക്കുന്നത്. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്, ഹാപ്പി ഓണം. അപ്പോൾ നമ്മൾ ഇന്നലെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചു. അതായത് സാമ്പാർ ആൻഡ് പൈനാപ്പിൾ കറി നമ്മൾ ഇന്നലെ ഉണ്ടാക്കി വെച്ചു. ഇന്ന് നമ്മൾ ക്യാബേജ് ഓക്കെ, ഇന്ന് ക്യാബേജ് ആൻഡ് ചെറുപയർ തോരൻ ഉപ്പേരി, അതാണ് നമ്മൾ ഉണ്ടാക്കണം. പിന്നെ പായസത്തിന് വേണ്ടിയുള്ള ആൾറെഡി പിന്നെ സേമിയ അവിടെ തന്നെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം ഉണ്ടാക്കാം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് വെറുതെ നമുക്ക് വേഗം ചെയ്യാം. ഞാനിവിടെ ക്യാബേജിന് വേണ്ടിയുള്ള സംഭവങ്ങളും ചെറുപയറിന് വേണ്ടിയുള്ള സംഭവങ്ങളും റെഡിയാക്കിക്കൊണ്ടിരിക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ പൈനാപ്പിൾ, ചെറുപയർ ആൻഡ് ക്യാബേജ് കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. സാമ്പാർ ഉണ്ടാക്കി, പൈനാപ്പിൾ കറി, ക്യാബേജ് കറി, ചെറുപയർ കറി, പിന്നെ സാമ്പാർ. ഇത്രേ ഉള്ളൂ. നമുക്കങ്ങനെ ഗംഭീരമായിട്ടൊന്നും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മൾ നമ്മുടെ പച്ചെണ്ണ രീതിയിൽ ഉണ്ടാക്കി ഫുഡ് കഴിക്കുമ്പോൾ രാവിലെ തൊട്ട് ഒന്നും കഴിച്ചില്ല, ആകെ ഒരു കോഫി മാത്രം കുടിച്ചിട്ടുള്ള സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ നമ്മുടെ ഓരോ കറി നമ്മളിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അടിപൊളിയല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം പോയി ഫുഡ് കഴിക്കാം. കൊതിയാവണു. പായസത്തിന് പപ്പടമില്ലാത്ത ചെറിയൊരു ഇതുണ്ടായിരുന്നു, പക്ഷെ കുഴപ്പമുണ്ടായില്ല. സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞു. എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ എത്ര അധികം കറികളും പായസമൊക്കെ ഉണ്ടാക്കി സദ്യ കഴിക്കുന്നൊന്നും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നതിന് ഒരു 2 ദിവസം കഴിയുമ്പോഴായിരുന്നു ഓണം. ഒന്നും ചെയ്തില്ല, ഒരു ബർഗർ കണ്ട വാങ്ങിച്ച് കഴിച്ച്. പക്ഷെ ഓണമേ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, കുറേ കറികളായിട്ട് ഫുഡൊക്കെ കഴിച്ചു, പായസമൊക്കെ കുടിച്ചു. ഓണമായിട്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇവിടെ സദ്യ, TV കാണണമെങ്കിൽ വല്ല ഫിലിം എങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ കാണണം. ബിഗ് ബോസിൽ ഓണം സെലിബ്രേഷൻ ആയിരുന്നു കാണണ്ടായിരുന്നേ. അപ്പം അങ്ങനെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. അപ്പോൾ ഓണം നമ്മൾ സദ്യ കഴിച്ച് അവസാനിപ്പിച്ചു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ബിഗ് ബോസ് കണ്ടു. ബിഗ് ബോസിൽ ഓണം സെലിബ്രേഷനൊക്കെ കണ്ടു, ഫിലിമൊക്കെ കണ്ട് കുറച്ച് നേരം ഒരു പവർണപ്പൊക്കെ എടുത്ത് നമ്മൾ എണീറ്റു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓണം സെലിബ്രേഷൻ നല്ല രീതിക്ക് സെലിബ്രേറ്റ് ചെയ്ത് നല്ല സദ്യയൊക്കെ കഴിക്കാൻ പറ്റി. ഐ എം സോ ഹാപ്പി. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എനിക്കും ഇന്നത്തെ ദിവസം ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. അവിടെ എല്ലാവരും നല്ല രീതിക്ക് സെലിബ്രേറ്റ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ, ടാറ്റാ.